അയ്യോ എന്താ പാറു ചോര വരുന്നുണ്ടല്ലോ. നീ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവാ. എന്താ പാറു, സൂക്ഷിക്കണ്ടേ? കരുണാകരൻ, ഇത് പാർവതിയെ മാനസികമായി തകർക്കാൻ പറ്റിയ അവസരമാണ്. അത് ഞാൻ ഏറ്റു മാഡം. ചെല്ല് ചെല്ല്. വിരലിൽ സൂചി കൊള്ളാതെ തയ്ക്കാൻ പോലും അറിയാത്ത ഇവിളെയാ വലിയ ടൈലറാണെന്നും പറഞ്ഞ് എല്ലാവരും തലേ കയറ്റി വെച്ചിരിക്കും. ജയന്തി, നീ പോയി ജോലി. സൗന്ദര്യ, നീ പോ. പോയിക്കോ ചേച്ചി, ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അതെന്തിനാ? വിരൽ മുറിഞ്ഞ് ചോരവനാണ്ടില്ലേ നീ? അത് ഡ്രസ്സിലായാലേ അത് മുഴുവൻ വേസ്റ്റ് ആവും. ഈ മെറ്റീരിയൽസിന്റെ വില എത്രയെന്ന് നിനക്കറിയാലോ. മെറ്റീരിയൽ ഒന്നും വേസ്റ്റ് ആവാതെ തച്ചാ പോരെ. ഞാൻ ഏറ്റു. സാറിന്റെ പണി നോക്ക്. ഇനി ഡ്രസ്സിൽ ഒരു തുള്ളി ചോര പോലും വീഴില്ല. സമാധാനായോ? തമ്പുരാട്ടി എന്തായാലും ജയിക്കാൻ പോളില്ല. എന്നാ പിന്നെ നാണം കടതെ ഇവിടെ നിന്ന് ഇറങ്ങി പോക്കൂടെ? അയാള് പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട. നീ തയ്ക്ക്. നിനക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാ. പ്രിയനാണ് അവളുടെ ധൈര്യം. എന്തൊക്കെ സംഭവിച്ചിട്ട് അവൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. പാർവതി എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. കുറച്ചെങ്കിലും സ്വർണം കഴുത്തിലുണ്ടാവണമെന്ന് അവരൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലാതെ വീട്ടിലേക്ക് ലക്ഷ്മിയോട് കയറി ചെന്നാൽ അവർക്കതൊരു കുറച്ചിലാവില്ലേ? അത് സാരല്ല അച്ഛാ, അതിന് എന്തെങ്കിലും വഴി കാണാം. അച്ഛൻ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചോളൂ. കരുണാകര, സമയമായി. പാർവതി ജയിക്കരുത്. മോന, കണക്കെടുത്ത് കഴിഞ്ഞോ? മോന, എല്ലാം എണ്ണി തീർത്താ? ആരാടാ ഫസ്റ്റ്? നിശ ചേച്ചിയാ. അടുത്തത് ജയന്തി. പിന്നെ അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഏറ്റവും അവസാനം ആരാ അത് പറ. പറയടാ.